ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് ഓണസ്റ്റി പേസ് എന്നുള്ള പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. സോ മെനി ജോബ്സ്, ഒരുപാട് ജോലികൾ. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ crops. Tailors stitch the clothes for tops. Doctors heal the weak and ill. Dancers dance for us to chill. Artists draw and paint with flair. Pilots fly the planes in the air. Workers do their jobs with pride. All are equal in their stride. പലതരത്തിലുള്ള ജോലികളും അവയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഫാമേഴ്സ്, കൃഷിക്കാർ പ്ലാന്റുകൾ, ചെടികൾ കൃത്യസമയത്ത് നടുകയും അതിന് റീപ്പ് ദ ക്രോപ്സ്. റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക, വിളവെടുക്കുക. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളവ്, കൃത്യസമയത്ത് വിളവെടുക്കുകയൊക്കെ ചെയ്യുന്നു. ടൈലേഴ്സ് എന്ത് ചെയ്യുന്നു? ടോപ്പിനൊക്കെ വേണ്ടി ചുരിദാറും ബ്ലൗസും ഷർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നു അല്ലേ, ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്യുന്നു. ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? അസുഖം ചികിത്സിച്ച് മാറ്റുന്നു. ഡാൻസേഴ്സ് നമുക്ക് വേണ്ടി ഡാൻസ് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ആർട്ടിസ്റ്റ് അവരുടെ നൈപുണ്യം, അവരുടെ കഴിവ് വെച്ച് അവർ നല്ല നല്ല ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നു. പൈലറ്റ്സ് എന്ത് ചെയ്യുന്നു? ആകാശത്തിൽ വിമാനം പറത്തുന്നു. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്. ഈ ജോലിക്കാരൊക്കെ, ഇവരൊക്കെ എങ്ങനെയാണ് അവരുടെ ജോലി അഭിമാനത്തോടു കൂടി ചെയ്യുന്നു. പ്രൈഡ് അല്ലേ, അഭിമാനത്തോടു കൂടി ചെയ്യുന്നു. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്. അവരവരുടെ കാൽവെപ്പുകളിൽ അവരൊക്കെ ഈക്വലാണ്. അവരൊക്കെ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നു. അതിൽ അവരുടെ ജോലികൾ അവരൊക്കെ ഈക്വലാണ്. അവരുടെ ചുവടുവയ്പ്പുകളിൽ അവർ ഈക്വലാണ്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ജോബ്സ്, ജോലികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കൂ. ഫാമർ, ടൈലർ, ഡോക്ടർ, ഡാൻസർ, ആർട്ടിസ്റ്റ്, പൈലറ്റ്. ആക്ടിവിറ്റി 1. Read the following lines. Farmers plant and reap the crops. Tailors stitch the clothes for tops. Here, crops and tops are rhyming words. എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ എൻഡ് ചെയ്യുന്ന സൗണ്ട്സ് ഉള്ളത് അല്ലേ. ക്രോപ്സ്, ടോപ്സ്, മനസ്സിലായില്ലേ? അതുപോലെ എൻഡ് ചെയ്യുന്ന വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. സോ അതുപോലെ ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിലുള്ള മറ്റ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ആദ്യത്തേത് ക്രോപ്സ്, ടോപ്സ്, പിന്നെ ഇൽ, ചിൽ, ഫ്ലെയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്. ആക്ടിവിറ്റി 2. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം വർക്കേഴ്സ് ആൻഡ് ദെയർ ടൂൾസ്. മാച്ച് ദം വിത്ത് ദെയർ ടൂൾസ്. ഇവിടെ ഒരു സൈഡിൽ വർക്കേഴ്സ്, ജോലിക്കാരെ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തന്നിട്ടുണ്ട്. അവയെ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ ആൾ ഒരു സ്പാനർ പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ. സോ റൈറ്റ് സൈഡിൽ നോക്കൂ, ഏതാണ് അവരുപയോഗിക്കുന്ന മറ്റൊരു സ്പാനറാണ്. റൈറ്റ് സൈഡിൽ കാണാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പാനർ അല്ലേ. പിന്നെയോ രണ്ടാമത്തത് ഒരു ബാർബറാണെന്ന് തോന്നുന്നു അല്ലേ, കാരണം കയ്യിലൊരു ചീർപ്പ് കാണുന്നുണ്ട്. 2 സിസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. മൂന്നാമത്തത് ക്ലീൻ ചെയ്യുന്നയാളാണ്, സ്വീപ്പറാണ്. സോ അയാൾക്ക് വേണ്ടത് ചൂലാണ്. നാലാമത് പെയിൻറ്റിങ് ബ്രഷാണ് കയ്യിൽ. സോ പെയിൻറ്റ് ചെയ്യുന്ന ആളാണ്, അവർക്ക് പെയിൻറ്റിങ് ബ്രഷ് വേണം. അഞ്ചാമത്തത് ഒരു ആശാരിയാണ്. ആശാരിക്ക് എന്ത് വേണം? കാർപ്പൻ്റർ. കാർപ്പൻ്ററിന് എന്ത് വേണം? വാള് വേണം, മരം മുറിക്കാനൊക്കെ. അഞ്ചാമത്തത് ഒരു ഡോക്ടറാണ്. ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പ് വേണം. ഓക്കെ. സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ഈക്വലായിട്ട്, അല്ലെങ്കിൽ ഈ സെയിം കളർ വെച്ച് മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പറയുന്നത് മേക്ക് ആൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടൂൾസ്. ഈ ജോബുകളും അതിൻ്റെ ആയുധങ്ങളും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പ്, കാർപ്പൻ്ററിന് സോ, വാള്, പ്ലംബറിന് അഡ്ജസ്റ്റബിൾ സ്പാനറും പൈപ്പ് റെഞ്ചും ഒക്കെ, പിന്നെ പെയിൻറ്ററിന് പെയിൻറ്റ് ബ്രഷ്, റോളർ, സ്വീപ്പറിന് ബ്രൂം, ചൂല്, ബാർബറിന് സിസേഴ്സ്. ഇനി ഇതിൻ്റെയൊക്കെ ചിത്രവും റൈറ്റ് സൈഡിൽ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അങ്ങനെയാണ് എന്തുണ്ടാക്കുക? ആൽബം ഉണ്ടാക്കുക അല്ലേ. ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടാണ് ആൽബം ഉണ്ടാക്കുക. ഫിൽ ദ ഫോളോയിങ് ടേബിൾ. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫിൽ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഒരു സൈഡിൽ ജോബ്സ് തന്നിട്ടുണ്ട്. ഡോക്ടർ എന്ത് ചെയ്യും? വാട്ട് ഡു ദേ ഡു? അവരെന്താണ് ചെയ്യുക? ട്രീറ്റ്സ് ദ പേഷ്യൻസ്. ഡോക്ടേഴ്സ് എന്താ ചെയ്യുക? പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ്സ് ദ പേഷ്യൻസ്. ടീച്ചർ ടീച്ചേഴ്സ് സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കും. പെയിൻറ്റർ പെയിൻറ്റ്സ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. വീടുകളും ബിൽഡിങ്ങും ഒക്കെ പെയിൻറ്റ് ചെയ്യും. സ്വീപ്പർ ക്ലീൻസ് ദ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നയാളാണ് സ്വീപ്പർ. ആക്ടിവിറ്റി 3. റൈറ്റ് എ റൈം ലൈക്ക് ദ വൺസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന റൈമും അല്ലേ, ചെറിയ പാട്ടുകളെ പോലത്തെ പാട്ട് പോലെ തന്നിട്ടുണ്ട് അവരുടെ ജോലിയെക്കുറിച്ച്. അതുപോലെ താഴെ നമുക്കൊരു ജോലിയെക്കുറിച്ച് തന്നിട്ടുണ്ട്, ഡോക്ടറെ കുറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ആദ്യത്തെ നോക്കിയേ,
I am a teacher in the town. All day long I teach my kids. It's my job. That's what I do. It's the job that I like to do. ഞാനൊരു ടീച്ചറാണ്, ടൗണിൽ വർക്ക് ചെയ്യുന്നു. പിന്നെയോ ടൗണിലുള്ള ടീച്ചറാണ്. ഞാൻ എല്ലാ ദിവസം മൊത്തം കുട്ടികളെ പഠിപ്പിക്കുന്നു. അതെനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. രണ്ടാമത് നോക്കൂ, ഐ ആം എ ടൈലർ ഇൻ ദ ടൗൺ. ഞാൻ ടൗണിലെ ഒരു ടൈലറാണ്. പിന്നെ ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ. ഞാൻ ദിവസം മുഴുവൻ ഗൗൺ തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇറ്റ്സ് മൈ ജോബ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ജോലിയാണത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. എൻ്റെ ഡോക്ടർ എന്തെഴുതാം നമുക്ക്? ഐ ആം എ ഡോക്ടർ ഇൻ ദ ടൗൺ. ഓൾ ഡേ ലോങ് ഐ ഹെൽപ്പ് പീപ്പിൾ അറൗണ്ട്. ഇറ്റ്സ് മൈ ജോബ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇങ്ങനെ എഴുതാം അല്ലേ? ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ദിവസം മുഴുവൻ എൻ്റെ രോഗികൾക്ക് ആൾക്കാർക്ക് സഹായം ചെയ്യുന്നു അല്ലേ, ചികിത്സിച്ച് സഹായം ചെയ്യുന്നു. അതെൻ്റെ ജോലിയാണ്, എനിക്കിഷ്ടമുള്ള ജോലിയാണ്. ആക്ടിവിറ്റി 4, മാച്ച് ദ വേർഡ്സ്, മേക്ക് പെയർസ്. താഴെ ജോബ്സും തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ വെഹിക്കിൾസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന് മാച്ച് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബോട്ട്മാൻ. ബോട്ട്മാൻ എന്ന് പറഞ്ഞാൽ ബോട്ടിനെ ഓടിക്കുന്ന ആൾ അല്ലേ, അതിന് ബോട്ട്മാൻ എന്ന് പറയും. സോ റൈറ്റ് സൈഡിൽ ബോട്ടുണ്ട്. ഡ്രൈവർ. ഡ്രൈവർ ബസ് ഡ്രൈവ് ചെയ്യുന്നല്ലേ, റൈറ്റ് സൈഡിൽ ബാക്കിയൊക്കെ അതിനൊക്കെ വേറെ ഇതുണ്ട്. ഇവിടെ തന്നതിൽ ഡ്രൈവർ ബസ്സിനാണ്. പൈലറ്റ് ഏതിനാണ്? എയർക്രാഫ്റ്റ് അല്ലേ, എയർ വിമാനത്തിനൊക്കെയാണ് പൈലറ്റ്. ലോക്കോ പൈലറ്റ്. ലോക്കോ പൈലറ്റ് ട്രെയിൻ കേട്ടോ, തീവണ്ടി എഞ്ചിൻ ഓടിക്കുന്ന ആൾക്ക് പറയുന്നതാണ് എഞ്ചിൻ ഡ്രൈവർ എന്നാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. അല്ല, അതിന് ശരിക്കും ലോക്കോ പൈലറ്റ് എന്നാണ് പറയുക. ക്യാപ്റ്റൻ. ഏതിനാ ക്യാപ്റ്റൻ? ഷിപ്പിന് കേട്ടോ, കപ്പലിനാണ് ക്യാപ്റ്റൻ. ആക്ടിവിറ്റി 5, ഡ്രോ ആൻഡ് സ്പീക്ക്. എന്താണ്? അവിടെ ചിത്രം തന്നിട്ടുണ്ട് ഒന്നിൻ്റെ, എന്നിട്ട് പറയുന്നുണ്ട് എന്താണ്? സ്റ്റെതസ്കോപ്പ്. ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ്. എനിക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് സ്റ്റെതസ്കോപ്പ് പറയുന്നത്. രണ്ടാമത്തെ അടിയിൽ ബ്രൂം തന്നിട്ടുണ്ട്. ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂലാണ്. സോ ഒരു ചൂലിൻ്റെ പിക്ചർ അവിടെ നമ്മൾ വരച്ച് വെക്കുക കേട്ടോ. ഐ ക്യാൻ ക്ലീൻ ദ ഫ്ലോർ. എനിക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയോ പെയിൻറ്റിങ് ബ്രഷ്. ഒരു പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ചിത്രം അവിടെ വരയ്ക്കണം നിങ്ങൾ. എന്നിട്ട് എഴുതണം ഐ ക്യാൻ പെയിൻറ്റ് പിക്ചേഴ്സ്. എനിക്ക് പിക്ചേഴ്സ് കളർ ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ടിവിറ്റി 6, ദ ഫാമർ നരേറ്റഡ് ദ ഹോൾ സ്റ്റോറി ടു ദ കിങ്. കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ്? ഫാമർ അദ്ദേഹത്തിന് മുഴുവൻ സ്റ്റോറി രാജാവിന് വേണ്ടി നരേറ്റ് ചെയ്ത് കൊടുത്തു, വിവരിച്ചു കൊടുത്തു. നമ്മളോട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഐ ആം എ ഫാമർ. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഐ ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഞാനൊരു കൃഷിക്കാരനാണ്. ഒരുപാട് വർഷത്തെ ജോലിക്ക് ശേഷം, ഹാർഡ് വർക്കിന് ശേഷം ഞാനൊരു ഗോൾഡ് കോയിൻ വാങ്ങി. ബട്ട് ഐ വാസ് കെയർ ടു കീപ്പ് ഇറ്റ് അറ്റ് ഹോം ആസ് തീവ്സ് മൈറ്റ് സ്റ്റീൽ ഇറ്റ്. എനിക്കത് വീട്ടിൽ വെക്കാൻ പേടിയായിരുന്നു അല്ലേ, കള്ളന്മാരങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പേടിച്ച് വീട്ടിൽ വെക്കാൻ പേടിയായിരുന്നു. ഫൈനലി ഐ ഡിസൈഡഡ് ടു കീപ്പ് ഇറ്റ് ഇൻ ദ പാലസ് വാൾ ബിക്കോസ് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ്. ഞാനത് ഫൈനലി അവസാനം ഞാൻ രാജകൊട്ടാരത്തിൻ്റെ മതിലിൽ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു, കാരണം അവിടെ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. സോ ഐ കെപ്റ്റ് ഇറ്റ് ഇൻ എ ഗ്യാപ്പ് ഇൻ ദ പാലസ് വാൾ. നൗ ഐ നീഡ് മണി ടു ടേക്ക് മൈ വൈഫ് ടു എ കാർണിവൽ. വെൻ ഐ കെയിം ടു ടേക്ക് ഇറ്റ് യുവർ സോൾജേഴ്സ് ഫൗണ്ട് മീ. എനിക്കിപ്പം ആവശ്യമുണ്ടത്, കാരണം എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എൻ്റെ ഭാര്യയെ കാർണിവലിന് കൊണ്ടുപോകണം, എനിക്ക് മേളത്തിന് അല്ലെങ്കിൽ ഉത്സവത്തിന് കൊണ്ടുപോകണം. എന്നിട്ട് ആ പൈസയ്ക്ക് ആവശ്യത്തിന് അതെടുക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ രാജാവിനെ, നിങ്ങളുടെ സോൾജിയേഴ്സ്, നിങ്ങളുടെ ഭടന്മാരെന്നെ പിടിച്ചു എന്നാണ് ഫാർമർ പറയുന്നത്. ആക്ടിവിറ്റി 7, എവ്രി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. ഹിസ് വൈഫ് സെഡ്. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിതൗട്ട് അട്ടറിങ് എ വേർഡ്. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്? റൈറ്റ് ഡൗൺ. ഭാര്യ പറയലാണ്, എല്ലാ ദിവസവും നിങ്ങൾ കുതിര പണിയെടുക്കുന്ന പോലെ പണിയെടുക്കും, പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എപ്പോൾ നോക്കിയാലും കാലിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫാമറിന് സങ്കടം വന്നു. അദ്ദേഹം ഒരക്ഷരം പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ഐ വർക്ക് ഹാർഡ് എവ്രി ഡേ യെറ്റ് മൈ വൈഫ് തിങ്സ് ഐ ഹാവ് നോ മണി. ഞാൻ ദിവസം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എൻ്റെ ഭാര്യ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലല്ലോ എന്നാണ്. ഷീ ഡസ് നോട്ട് നോ അബൌട്ട് ദ ഗോൾഡ് കോയിൻ ഐ കെപ്റ്റ് സേഫ്ലി. ഞാൻ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഗോൾഡ് കോയിനെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. ഐ വാണ്ട് ടു ടേക്ക് ഹെർ ടു ദ കാർണിവൽ ആൻഡ് മേക്ക് ഹെർ ഹാപ്പി. ഐ മസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് മൈ കോയിൻ. ഞാൻ പോയിട്ട് ആ കോയിൻ എടുത്തു കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാര്യയെ എനിക്ക് അവിടെ കാർണിവലിൽ എന്തായാലും കൊണ്ടുപോയിട്ട് അവളെ സന്തോഷിപ്പിക്കണം എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുക അല്ലേ. ആക്ടിവിറ്റി 8, ദ ഗാർഡ്സ് ടുക്ക് ദ ഫാമർ ടു ദ കിങ്. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഫാമർ? ആ ഭടന്മാർ ആ ഫാമറിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവും ഈ ഫാമറും തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാമെന്നാണ് ചോദിക്കുന്നത്.
കിങ് ചോദിക്കലാണ് ഹു ആർ യു? ഫാമർ പറയണം ഐ ആം എ ഫാമർ യുവർ മെജസ്റ്റി. പ്രഭു ഞാനൊരു കൃഷിക്കാരനാണ്. അപ്പോൾ കിങ് കേൾക്കുന്നു വൈ വേ യു നിയർ ദ പാലസ് വാൾ? നീ എന്തിനാണ് എൻ്റെ കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ അടുത്ത് വന്നു നിന്നത്? ഫാമർ പറയലാണ് ഐ കെയിം ടു ടേക്ക് മൈ ഗോൾഡ് കോയിൻ യുവർ മജസ്റ്റി. ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻ എടുക്കാനാണ് വന്നത് പ്രഭു. വൈ ഡിഡ് യു കീപ്പ് ഇറ്റ് ദർ? നീ എന്തിനാണ് അവിടെ സൂക്ഷിച്ചതെന്ന് രാജാവ് ചോദിക്കുന്നു. ഐ വാസ് അഫ്രൈഡ് ടു കീപ്പ് ഇറ്റ് അറ്റ് ഹോം. ഐ തോട്ട് ദ പാലസ് വാൾ വാസ് സേഫ്. എനിക്കത് വീട്ടിൽ വെക്കാൻ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാനത് പാലസ് വാളിൽ വെച്ചു. കിങ് പറയാണ് ഓക്കെ യു ആർ ഹോണസ്റ്റ്, യു മേ ടേക്ക് യുവർ ഗോൾഡ് കോയിൻ. നിങ്ങൾ വളരെ സത്യസന്ധനാണ്, യു ആർ ഓണസ്റ്റ്, നിങ്ങൾ വളരെ സത്യസന്ധനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് കോയിൻ എടുക്കാമെന്ന് കിങ് പറയുന്നു. ആക്ടിവിറ്റി 9. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദ കാർണിവൽ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഫാമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കാർണിവൽ ഉത്സവം കാണാൻ പോയി. ഇനി ഈ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് നമ്മളോടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിവരിക്കാനാണ് പറയുന്നത്. നമുക്കിങ്ങനെ വിവരിക്കാൻ നോക്കൂ. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദ കാർണിവൽ. ദ കാർണിവൽ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വെരി കളർഫുൾ. അവർ രണ്ടാളും കാർണിവൽ കാണാൻ പോയി. അത് മുഴുവൻ കളർഫുള്ളും, മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതും, മുഴുവൻ കളറുകളാൽ നിറഞ്ഞതുമായിരുന്നു, വർണ്ണശബളമായിരുന്നു. ചിൽഡ്രൻ വെ ഹാപ്പി ആൻഡ് എൻജോയിങ് ഡിഫറെൻറ്റ് ഗെയിംസ്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പല പല ഗെയിമുകൾ കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എലിഫൻറ്റ് വാസ് വാക്കിംഗ് ഇൻ ട്യൂൺ വിത്ത് ദ ഡ്രംസ്. ചെണ്ടയടിയുടെ താളത്തിനനുസരിച്ച് ഒരു എലിഫൻറ്റ് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എ ലിറ്റിൽ ഗേൾ വാസ് സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ ഡെക്കറേറ്റഡ് എലിഫൻറ്റ് എലോങ് വിത്ത് ദ മേ ഔട്ട്. എന്താണ്, ആനപ്പാപ്പാൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ആ ആനയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആനയെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അമ്പലത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി അലങ്കരിച്ച ഒരാനയായിരുന്നു അത്. സം പീപ്പിൾ വർ സെല്ലിങ് ബലൂൺസ്, ടോയ്സ് ആൻഡ് സ്നാക്സ്. കുറച്ച് ആൾക്കാർ അവിടെ ബലൂൺസും കളിപ്പാട്ടങ്ങളും സ്നാക്സ് എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. എ ജയൻറ്റ് വീൽ വാസ് ടേണിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഒരു വലിയ ജയൻറ്റ് വീൽ അറിയില്ലേ, ആകാശത്തൊട്ടിൽ, അതവിടെ പുറകിൽ കറങ്ങുന്ന കാണുന്നുണ്ട്. എവ്രി വൺ ലുക്ക്ഡ് ജോയ്ഫുൾ ആൻഡ് എക്സൈറ്റഡ്. എല്ലാവരും വളരെ ഹാപ്പി ഉള്ളതായിട്ടാണ് കാണുന്നത്, ആശ്ചര്യമുള്ളതും സന്തോഷമുള്ള ആൾക്കാരായിട്ട് എല്ലാവരും കാണുന്നു. ദ കാർണിവൽ സീൻ വാസ് ലൈവ്ലി ആൻഡ് ഫുൾ ഓഫ് ഫൺ. മുഴുവൻ വളരെ സന്തോഷം നിറഞ്ഞ അറ്റ്മോസ്ഫിയറാണ് ആ കാർണിവലിലുള്ളത്. ആക്ടിവിറ്റി 10 എന്താ? കളർ ദ പിക്ചർ. ഓക്കെ, താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ആക്ടിവിറ്റി 11. പിക്ക് അപ്പ് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഒരു സെൻറ്റൻസിൻ്റെ പകുതി തന്നിട്ടുണ്ട്, ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ സെൻറ്റൻസ് തന്നിരിക്കുന്നത് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അല്ലേ, അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള അത്രയും സമ്പാദിച്ചു. അടുത്തത് എ ഫാമർ ലിവ്ഡ് ഇൻ എ ഡാഷ് വില്ലേജ് നിയർ ദ പാലസ്. കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഒരു വില്ലേജിലാണ് താമസിച്ചിരുന്നത്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ ഡാഷ്. ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഹി ഓഫേർഡ്. ഓക്കെ, നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. നാലാമത് കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ഡാഷ് എ ഗ്യാപ്പ് ഇൻ ദ പാലസ് വാൾ. അല്ലേ, പാലസ് വാൾ കൊട്ടാരത്തിൻ്റെ മതിലുള്ള ഒരു ഗ്യാപ്പിലാണ് അദ്ദേഹം ആ കോയിൻ വെച്ചത്. ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. രാജാവിൻ്റെ അടുത്ത് പിടിച്ച് കൊണ്ടുവന്നു. ഓ ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ്. ഇതൊരു കാർണിവലാണ്, എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ബാക്കി ആക്ടിവിറ്റിയാണ് അറേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ പറഞ്ഞ കുറേ സെൻറ്റൻസ് അതിൻ്റെ 6 സെൻറ്റൻസ് ഉണ്ട്. അതിനെ ഓർഡറിൽ, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്, നമ്മൾ പഠിച്ച കഥയുടെ ഓർഡറിൽ. അതിലാദ്യം ഏതാ വരുമോ നോക്കിയേ. എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് നിയർ ദ പാലസ്. പാലസിൻ്റെ അടുത്തൊരു ഫാമർ ജീവിച്ചിരുന്നു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഒരുപാട് വർഷത്തെ ഇതിന് ശേഷം അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ വാങ്ങി. കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ഇൻ ദ പാലസ് വാൾ. പാലസ് വാളിൽ അദ്ദേഹം ഗോൾഡ് കോയിൻ വെച്ചു. ഓ ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ്. ഇതൊരു കാർണിവലാണ്, എനിക്കത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. ആ രാജഭടന്മാർ ഓടിയിട്ട് അയാളെ പിടിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. രാജാവിൻ്റെ വാഗ്ദാനം, അല്ലെ, കോയിൻസ് കൊടുക്കാനുള്ള വാഗ്ദാനം കൂട്ടിക്കൊണ്ടേയിരുന്നു. 1 എന്നുള്ളത് 10 ആക്കി, 10 100 1000 അങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് കേട്ടോ. അടുത്ത നോക്കിയേ, റീഡ് ആൻഡ് റിജോയ്സ് ആണ്.
ഹാർഡ് വർക്ക് കൗണ്ട്സ്. ഓക്കെ, ഹാർഡ് വർക്കിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു ചെറിയൊരു കഥയാണ്. നോക്കാമല്ലോ എല്ലാവരും, ശ്രദ്ധിക്കൂ. വൺസ് ദ ലിവ്ഡ് എ റെഡ് ഹെൻ. ഒരിടത്ത് ഒരു ചുവന്ന കോഴി, പിടക്കോഴി ജീവിച്ചിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ്, വളരെ കഠിനാധ്വാനിയായിരുന്നു അവൾ. ബട്ട് ഹെർ ഫ്രണ്ട്സ് ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വെർ ലേസി. 3 കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണ്? ഒരു പശുവുണ്ട്, ഒരു ഡോഗുണ്ട്, പട്ടിയുണ്ട്, ഒരു പന്നിയുണ്ട്. 3 പേരും ഭയങ്കര മടിയന്മാരായിരുന്നു. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്. അവൾക്ക് കുറച്ച് ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്. അവൾക്കൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നി. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട്സ് ടു ഹെൽപ്പ് ബട്ട് ദേ ഡിഡിൻ ഹെൽപ്പ്. അവരോട് സഹായിക്കാൻ പറഞ്ഞിട്ട് അവർ 3 പേര് സഹായിക്കാൻ റെഡിയായില്ല. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്. ഗോതമ്പ് പൊടിച്ച് തന്നെ അവൾ അത് പൊടിയുണ്ടാക്കി. മീൻ വൈൽ ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. അപ്പോൾ അവളുടെ കൂട്ടുകാർ 3 എന്താണ്, ഗാഡ്ജറ്റ്സ്, എന്തെങ്കിലും ലാപ്ടോപ്പും ടാബും ഫോണൊക്കെ വെച്ചിരുന്ന് കളിക്കലാണ് അവർ 3. എന്നിട്ട് നോക്കിയേ, ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്. അവൾ ഒറ്റയ്ക്ക് തന്നെ ആ കേക്ക് ഉണ്ടാക്കി ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. വെൻ ദ കേക്ക് വാസ് റെഡി ഹെർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്. കേക്ക് റെഡിയായപ്പം ആ മടിയന്മാരായ 3 കൂട്ടുകാരും കഴിക്കാൻ വേണ്ടി ഓടി വന്നു. ഹൂ ഡിഡ് ഓൾ ദ വർക്ക്. ആരാണ് എല്ലാ വർക്കും ചെയ്തത്? ദ ഹെൻ ആസ്ക്ഡ്. യു ഓൾ സെഡ്. നീയാണ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു. ഇഫ് സോ ഹൂ ഡിസേർവ് ദ കേക്ക്? ദ ഹെൻ ആസ്ക്ഡ്. ഹെർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്ക്. ദേ ഫെൽറ്റ് അഷേംഡ്. അപ്പോൾ എല്ലാവരും കേക്ക് തിന്നാൻ വേണ്ടി ഓടി വന്നപ്പം ആ കോഴി ചോദിച്ചു, ഹൂ ഡിഡ് ഓൾ ദ വർക്ക്സ്? എല്ലാ ജോലികളും ചെയ്ത് ആരാണ്? അപ്പോൾ അവർ 3 ഫ്രണ്ട്സ് പറഞ്ഞു, നീ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഈ കേക്ക് മൊത്തം ആർക്ക് അർഹതയുള്ളതാണ് തിന്നാൻ വേണ്ടി? ആരാണ് അർഹനായിട്ടുള്ള ആൾ? അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നീ തന്നെയാണ് അർഹനെന്ന്. കൂട്ടുകാരെല്ലാവരും പറഞ്ഞു അവർക്ക് 3 എന്താണ്, ഷെയിം തോന്നിയില്ലേ, നാണക്കേട് തോന്നി. അപ്പോൾ എന്ത് പറഞ്ഞു കോഴി? നോക്കൂ, ഡോണ്ട് വറി, ദിസ് ടൈം ഐ ഷാൽ ഷെയർ ദ കേക്ക് വിത്ത് യു ബട്ട് ഡോണ്ട് ബി ലേസി എനിമോർ. നോക്കൂ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ കേക്ക് തരാം, പക്ഷേ ഇനി ഒരിക്കലും നിങ്ങൾ മടിയന്മാരാവാൻ പാടില്ല എന്ന് കോഴി പറഞ്ഞിട്ട് കൂട്ടുകാർക്ക് 3 അവൾ ആ കേക്ക് വീതിച്ചു കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി നോക്ക്, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. 8 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അവിടെ 8 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഇൻ ദ പിക്ചർ? വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ഹി? ഈ ചിത്രത്തിൽ കാണുന്നത് ആരെയാണ്? അയാൾ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? എ ഫാമർ ഈസ് ഇൻ ദ പിക്ചർ. ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് മാൻ. ഒരു ഫാർമർ, കൃഷിക്കാരനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹം വളരെ കഠിനാധ്വാനി, സത്യസന്ധനുമായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ഗോൾഡ് കോയിൻ? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഗോൾഡ് കോയിൻ കിട്ടിയത്? ഹി ഗോട്ട് ദ ഗോൾഡ് കോയിൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ആ ഗോൾഡ് കോയിൻ കിട്ടിയത്. വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ദ ഗോൾഡ് കോയിൻ? ആ ഗോൾഡ് കോയിൻ കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി കെയർഫുള്ളി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ എ ഗ്യാപ്പ് ഇൻ ദ പാലസ് വാൾ. കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ മേലെയുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ ആ ഗോൾഡ് കോയിൻ വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വാട്ട് വാസ് ദ വിഷ് ഓഫ് ദ ഫാമേഴ്സ് വൈഫ്? ഫാമറിൻ്റെ ഭാര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? ദ ഫാമേഴ്സ് വൈഫ് വിഷ്ഡ് ടു ഗോ ടു ദ കാർണിവൽ. ഉത്സവത്തിന് പോകണമെന്നായിരുന്നു ഫാമറിൻ്റെ വൈഫ് ആഗ്രഹിച്ചത്. വാട്ട് ഡിഡ് ദ ഫാമേഴ്സ് വൈഫ് ടെൽ ഹിം? എന്താണ് ആ കൃഷിക്കാരൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്? ഷി ടോൾ ഹിം ദാറ്റ് ഹി വർക്ക്ഡ് ഹാർഡ് എവറി ഡേ ബട്ട് ഹാഡ് നോ മണി. എല്ലാ ദിവസവും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്നാലും നിൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല എന്നാണ് ഭാര്യ ഭർത്താവിനോട്, കൃഷിക്കാരനോട് പറഞ്ഞത്. വാട്ട് ഡിഡ് ദ ഫാമർ ഡു ദെൻ? അങ്ങനെ ഭാര്യ പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ എന്താണ് ചെയ്തത്? ഹി വെൻറ്റ് ടു ദ പാലസ് വാൾ ടു ടേക്ക് ഹിസ് ഗോൾഡ് കോയിൻ. അദ്ദേഹം അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടിയിട്ട് പാലസ് വാളിൻ്റെ, കൊട്ടാരത്തിൻ്റെ മതിലിനടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെയോ, വാട്ട് ഡിഡ് ദ കിങ് ഗീവ് ദ ഫാമർ? എന്താണ് ആ രാജാവ് കൃഷിക്കാരന് കൊടുത്തത്? ദ കിങ് ഗേവ് ദ ഗോൾഡ് കോയിൻ ടു ദ ഫാമർ. അദ്ദേഹത്തിന് ഗോൾഡ് കോയിനാണ് കൊടുത്തത് അല്ലേ? രാജാവ് കൃഷിക്കാരന് ഗോൾഡ് കോയിനാണ് കൊടുത്തത്. വൈ വാസ് ദ കിങ് ആൻഡ് ദ ഫാമർ ഹാപ്പി? എന്താണ് രാജാവും കൃഷിക്കാരനും 2 പേരും ഹാപ്പിയായി? എന്തുകൊണ്ടാണ്? ദ കിങ് വാസ് ഹാപ്പി ബിക്കോസ് ദ ഫാമർ വാസ് വെരി ഓണസ്റ്റ്. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ, കൃഷിക്കാരനെ കണ്ടതുകൊണ്ടാണ് രാജാവ് സന്തോഷമുള്ളതായത്. ദ ഫാമർ വാസ് ഹാപ്പി ബിക്കോസ് ഹി ഗോട്ട് ഹിസ് ഗോൾഡ് കോയിൻ ബാക്ക്. കൃഷിക്കാരൻ സന്തോഷിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയതുകൊണ്ടാണ് കൃഷിക്കാരന് സന്തോഷമായത്. അടുത്തത് ആക്ടിവിറ്റി 18.
ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒരു സ്റ്റോറി സ്വന്തമായിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും ചിത്രം നോക്കി. ഓക്കെ, ഇനി ഒരു ചെറിയൊരു സ്റ്റോറി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോറി എഴുതി നോക്കുക കേട്ടോ. യെസ്, ക്ലെൻലിനെസ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. വൃത്തി എന്നുള്ളത് വളരെ നല്ലൊരു ശീലമാണ്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കണം. ഒരു സ്റ്റോറി എഴുതുമ്പോൾ എപ്പോഴും നമ്മളതിനൊരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. എന്നിട്ടോ, വൺസ് ദർ ലിവ്ഡ് എ ലിറ്റിൽ ക്യാറ്റ് നെയിംഡ് ടോം. നമ്മൾ കഥാപാത്രങ്ങൾക്കൊരു പേര് കൊടുക്കണം കേട്ടോ. ഒരിടത്ത് ഒരു ടോം എന്ന പേരുള്ള ഒരു കുഞ്ഞി പൂച്ച ജീവിച്ചിരുന്നു. ഹി വാസ് വെരി നോട്ടി. വളരെ കുരുത്തക്കേടുള്ള പൂച്ചയായിരുന്നു അവൻ. ഹി ഓൾവേസ് യൂസ് ടു ത്രോ ഹിസ് ബാഗ് ആൻഡ് ബുക്സ് കെയർലെസ്ലി. അവൻ്റെ ബുക്കും ബാഗും ഒക്കെ എപ്പോഴും ശ്രദ്ധയിലാണ്ട് വലിച്ചെറിയുമായിരുന്നു. ബുക്സ്, ക്ലോത്ത്സ് ആൻഡ് പ്ലേറ്റ്സ് വെർ സ്കാറ്റേർഡ് ഓൾ ഓവർ ദ ഹൗസ്. വീട് മൊത്തം എന്താണ്, പ്ലേറ്റും ബുക്കും പാത്രങ്ങളും തുണികളും ഒക്കെ അവനിങ്ങനെ വലിച്ചെറിഞ്ഞിട്ടിങ്ങനെ ചെതറി കിടക്കുമായിരുന്നു. എന്നിട്ടോ, ടോം ഡിഡ് നോട്ട് കീപ് ദ ഹൗസ് ക്ലീൻ. വീട് ഒരിക്കലും വൃത്തിക്ക് വെക്കാൻ ടോമിന് ഇഷ്ടമേ അല്ലായിരുന്നു. ഹി വുഡ് സിറ്റ് ആൻഡ് പ്ലേ ഓൺ ഹിസ് ഫോൺ ആൻഡ് വുഡ് നോട്ട് ലിസൺ ഈവൻ വെൻ ഹിസ് മദർ സ്പോക്ക് ടു ഹിം. അമ്മ അത് വൃത്തിയാക്കി ടോം എന്ന് പറഞ്ഞാലൊന്നും ശ്രദ്ധിക്കാണ്ട് എപ്പോഴും ഇരുന്ന് ഫോണോ മൊബൈലും ടി വിയും ഒക്കെ കാണുമായിരുന്നു. ഇനി എന്താ, വൺ ഡേ വൈൽ ഹി വാസ് പ്ലേയിങ് സം പ്ലേറ്റ്സ് ഫെൽ ഓൺ ദ ഫ്ലോർ ആൻഡ് ബ്രോക്ക്. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ്റെ കൈ തട്ടി കുറച്ച് പ്ലേറ്റൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയി. വെൻ ഹിസ് മദർ കെയിം ആൻഡ് സോ ദ ഹൗസ് ഷീ ഫെൽറ്റ് വെരി സാഡ്. ആ അമ്മ പുറത്തുനിന്ന് വന്ന് ഈ അഴുക്ക് പിടിച്ചാൽ ഇങ്ങനെ എല്ലാം മെസ്സായി കിടക്കുവാണ്. എല്ലാം അങ്ങും ഇങ്ങനെയൊക്കെ വാരി വലിച്ചിട്ട് പ്ലേറ്റൊക്കെ പൊട്ടിക്കിടക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. ഷീ ആസ്ക്ഡ് ടോം ടു ക്ലീൻ ദ ഹൗസ് ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു ഡു ഇറ്റ്. അമ്മ ടോമിനോട് പറഞ്ഞു, ടോം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ടോം അതൊന്നും ലിസൺ ചെയ്തില്ല, ശ്രദ്ധിച്ചേ ഇല്ല. The next day at school, the teacher taught the children about neatness and cleanliness. അല്ലേ? അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികൾക്ക് വൃത്തിയുടെ പ്രത്യേക ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയെ, എത്ര അടുക്കും ചിട്ടയോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു പാഠം ടീച്ചർ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ക്ലാസ്സിൽ എടുത്തു കൊടുത്തു. The teacher said, we should keep our home and school clean. നമ്മുടെ വീടും പരിസരവും സ്കൂളും ഒക്കെ നിങ്ങൾ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കണമെന്ന് ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. വെൻ ടോം ഹേർഡ് ദിസ് ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. ഇത് കേട്ടപ്പോൾ ടോമിനാകെ സങ്കടമായി. അത് അവൻ്റെ തെറ്റ് അവന് മനസ്സിലായി. ആഫ്റ്റർ സ്കൂൾ വെൻ ഹി റീച്ച്ഡ് ഹോം ടോം ഹിംസെൽഫ് സ്റ്റാർട്ടഡ് ക്ലീനിങ് ദ ഹൗസ്. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ടോം അവൻ തന്നെ ആ വൃത്തികേടൊക്കെ അവൻ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് എന്താണ്, ഹീ സ്വെപ്റ്റ് ദ ഫ്ലോർ. നില അടിച്ചു വാരി. കെപ്റ്റ് ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. ബുക്സൊക്കെ അടുക്കി പെറുക്കി ഷെൽഫിൽ വെച്ചു. ആൻഡ് റിമൂവ് ദ ബ്രോക്കൺ പ്ലേറ്റ്സ്. ആ പൊട്ടിയ പ്ലേറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ അവൻ ക്ലീൻ ചെയ്തു. ഹിസ് മദർ ഫോൾഡഡ് ദ ക്ലോത്ത്സ്. അമ്മ തുണികളൊക്കെ മടക്കി വെച്ചു. ദ ഹൗസ് ബിക്കെയിം ബ്യൂട്ടിഫുൾ. വീട് വീണ്ടും നല്ല വൃത്തിയുള്ളതായി. ഹിസ് മദർ ഫെൽറ്റ് വെരി ഹാപ്പി. ടോം ലേൺഡ് എ ഗുഡ് ലെസൺ. ക്ലെൻലിനെസ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ടോം അങ്ങനെ ഒരു നല്ലൊരു ശീലം, അല്ലേ, നല്ലൊരു ഹാബിറ്റ്, നല്ലൊരു ശീലം പഠിച്ചു. എന്താണ്, ക്ലെൻലിനെസ്, വൃത്തി എന്ന് പറയുന്നത് ഒരു നല്ല ശീലമാണെന്ന് അവൻ പഠിച്ചു. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി 14 ആണ്. ഡിജി ടാസ്ക് ആണ് കേട്ടോ. വീഡിയോ ക്ലിപ്പും ഓഡിയോ ലൈബ്രറി ഉണ്ടാക്കാനാണ്. പിന്നെ ദിസ് ഈസ് ദ ടൈം ഓഫ് ഫെസ്റ്റിവൽസ്. പ്രിപ്പയർ എ വീഡിയോ ഓഫ് എ ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. ഓഡിയോ ഡയറിയിൽ റെക്കോർഡ് ആൻഡ് ഓഡിയോ നറേഷൻ ഓഫ് ദ വേരിയസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. എന്താ പറയുന്നത്, നിങ്ങളുടെ നാട്ടിലിപ്പോൾ ഉത്സവങ്ങൾ നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. രണ്ടാമത്തെ, ഓഡിയോ ലൈബ്രറിയിൽ ഇപ്പോൾ നിങ്ങൾ വേരിയസ് ആയിട്ടുള്ള ജോബ്സ്, അല്ലേ, പലതരത്തിലുള്ള ജോലികളുടെ പേരുകളുണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഒരു നരേഷൻ, ഒരു ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ 1-2 ജോലിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വിവരണം തയ്യാറാക്കിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് ഓഡിയോ അയച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട് ഈ യൂണിറ്റിൻ്റെ. അപ്പോൾ 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. സോ എല്ലാവർക്കും ക്ലാസ് കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സോ ബൈ മക്കളെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.